നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കായംകുളത്ത് ലഹരിവേട്ട. ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാനക്കാരൻ അറസ്റ്റിൽ. 7.22 ഗ്രാം ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു. പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമന തട്ടിപ്പെന്ന് ആരോപണം. നൂറനാട് പ്രതിഷേധ സായാഹ്ന ധർണ. നൂറനാട് പാലമേൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. റോഡ് റീടാർ ചെയ്യാത്തതിൽ പ്രതിഷേധം. ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് 4-5 മാസമായി. കോച്ചിറ ചൂനാട് റോഡിൽ സത്യാലയം ജംഗ്ഷന് സമീപമുള്ള റോഡാണ് ശോച്യാവസ്ഥയിലുള്ളത്. ഈ ഭാഗത്ത് അപകടവും പതിവാണ്. സ്കൂൾ കുട്ടികളും അധ്യാപകരും ഒക്കെ നിത്യേന വന്ന് മറിഞ്ഞു വീഴുകയാണ്. ഈ സൈഡ് ഇല്ലാത്തത് കൊണ്ട് ഈ എഡ്ജിന് കയറി പിടിക്കുമ്പോൾ അത് ഉരുണ്ടടിച്ച് വീഴുന്നു. വിശദമായ വാർത്തകളിലേക്ക്. കായംകുളത്ത് ലഹരിവേട്ട. ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാനക്കാരൻ അറസ്റ്റിൽ. കായംകുളം ചേരാവള്ളിയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. 7.22 ഗ്രാം ബ്രൗൺ ഷുഗറാണ് പിടികൂടിയത്. അസം സ്വദേശിയായ ഇയാസിൻ അലിയാണ് കായംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 7.220 ഗ്രാം ബ്രൗൺ ഷുഗർ പിടിച്ചെടുത്തു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് കായംകുളം എക്സൈസ് ഇൻസ്പെക്ടർ ഇ മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിൽ കായംകുളം ചേരാവള്ളി ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. അന്യസംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ കൊണ്ടുവന്ന ചില്ലറ വിൽപ്പനയ്ക്കായാണ് ബ്രൗൺ ഷുഗർ എത്തിച്ചത്. പരിശോധനയിൽ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ സന്തോഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺ വി, ദീപുജി, രഞ്ജിത്ത്, നന്ദുഗോപാൽജി, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിമ്മി കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ചാലയിൽ മാടന്നട ഏലായിൽ കൃഷിയോഗ്യമാക്കൽ നടത്തി. പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ നിർവഹിച്ചു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ചാലയിൽ മാടന്നട ഏലയിൽ കൃഷിയോഗ്യമാക്കൽ നടത്തി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ തോടും പൂർണ്ണമായിട്ടും പാറ കെട്ടി തോടുണ്ടാക്കുക എന്നുള്ളത് അശാസ്ത്രീയമായ കാര്യമാണ്. നിങ്ങൾ നോക്കും, ഇവിടെ ചുറ്റുവട്ടത്തെ എത്ര കുളങ്ങളാണ് പാറ കെട്ടിയത് തകർന്നു കിടക്കുന്നത്. പിന്നെ ആ പാറ എല്ലാം എടുത്തു മാറ്റിയിട്ട് കിഴക്കമ്മല മൊത്തം വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ഈ പാറ കെട്ടി. യഥാർത്ഥത്തിൽ തോടുകൾക്കും കുളങ്ങൾക്കും ഈ വലിയ വെള്ളച്ചാട്ടം ഉള്ളിടത്ത് മാത്രം പാറ കെട്ടിയാൽ മതി. ബാക്കിയുള്ളത് മണ്ണുകൊണ്ട് കോരിയിട്ട് നമ്മൾ ഈ കൊയർ മാറ്റ് വിരിക്കും, അതായത് കയറിന്റെ ഭൂവസ്ത്രം. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ സെയ്തൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ കാണും, 170 കുളങ്ങൾ MNRES കൊല്ലം ജില്ലയിൽ കുഴിച്ച് ആ 170 കുളങ്ങൾ പാറ കെട്ടാൻ ആരംഭിച്ചത്. അതിന്റെ സൈഡ് കൽപ്പിച്ചിട്ട് പുല്ല് പിടിപ്പിച്ചാൽ, കൈത പിടിപ്പിച്ചാൽ, പണ്ട് നമ്മുടെ തോടുകളിലൊക്കെ കൈതയിലെ പിടിപ്പിച്ചത്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. ജലസംരക്ഷണ പ്രവർത്തന ഉദ്ഘാടനത്തിന് വേണ്ടി ചെറിയൊരു പ്രോഗ്രാമാണ് സംഘടിപ്പിച്ചത്. എൻ്റെ കമ്മീഷനും പ്രധാനപ്പെട്ട ജലകോമിനേറ്ററായി ഞാൻ മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കൃഷി ആരംഭിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ഈ ഇറിഗേഷൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഘട്ടഘട്ടമായിട്ട് മുഴുവൻ ഏരിയകളും പരിമിതി ചെയ്തെങ്കിലും കുറേശ്ശെ നമ്മൾ ഘട്ടഘട്ടമായിട്ട് 2 വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ ചാലയിൽ പാടുന്ന പൂർണ്ണമായിട്ട് കൃഷിയോഗ്യമാക്കുകയും തൊട്ടടുത്ത് നമ്മുടെ വെട്ടിക്കാട്ട് ഏരിയയിലേക്ക് അത് അവിടെയും ഒരു കൃഷി നടക്കുന്നുള്ളൂ. 18ാം വാർഡംഗം അനന്തു ഭാസി സ്വാഗതം പറഞ്ഞു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എസ് ഐസക് പദ്ധതി അവതരിപ്പിച്ചു. കൊല്ലം മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് അഞ്ജന പദ്ധതി വിശദീകരണം നടത്തി. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ഉഷാകുമാരി, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൻസർ ഷാഫി, രാജി രാമചന്ദ്രൻ, ഷീബ സിജു, PM സെയ്ദ്, അജി ശ്രീകുട്ടൻ, അനു RS, നസിയ ഷെരീഫ്, ആർ ബിജുകുമാർ, സജിമോൻ, ഷാജി ചെർക്കുമേൽ, സുനിൽ അലക്സ് വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ഓച്ചിറ ചൂനാട് റോഡിൽ സത്യാലയം ജംഗ്ഷന് സമീപം ടാറിങ്ങിനായി പൊളിച്ച ഭാഗത്ത് റീടാർ ചെയ്യാത്തതിൽ പ്രതിഷേധം.
ഏകദേശം 400 മീറ്ററോളം ഭാഗം 6 മാസമായി പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് അപകടവും പതിവാണ്. ഓച്ചിറ ചൂനാട് റോഡിൽ സത്യാലയം ജംഗ്ഷന് സമീപമുള്ള 400 മീറ്ററോളം ഭാഗത്തെ റോഡാണ് 6 മാസമായി തകർന്നു കിടക്കുന്നത്. റോഡ് വെട്ടിപ്പൊളിച്ച ശേഷം ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കാത്തതിനാൽ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. പരമപ്രധാനമായിട്ടുള്ള റോഡാണ് ഓച്ചിറന്ന് കിഴക്കോട്ടുള്ള ഈ ചൂനാട് റോഡ്. എല്ലാം ആലപ്പുഴ ജില്ലകളെ വേർതിരിക്കുന്ന റോഡാണ്. ഇതിന്റെ വടക്കുവശം ഏതാണ്ട് 400 മീറ്ററോളം ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് ഏതാണ്ട് 4-5 മാസമായി. എന്തിനു വേണ്ടിയാണെന്ന് പോലും ഒരു ഗൂഢമായിട്ടാണ് ഇവരിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ വരുന്ന ഉദ്യോഗസ്ഥരോടൊത്തോ കോൺട്രാക്ടർ അടുത്തോ ഒക്കെ ഇത് ചോദിക്കുവാണെങ്കിൽ അവരെപ്പോഴും ഇതിന് ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. റോഡിലൂടെ വാഹന ഗതാഗതവും കാൽനട യാത്രയും ദുസ്സഹമാണ്. റോഡിന് സമീപത്തു കൂടി റെയിൽവേ ഗേറ്റ് ഉള്ളതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ പേടിയോടെയാണ് ഇതിലൂടെ നടന്നു പോകുന്നതെന്ന് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നു. സ്കൂട്ടറിനകത്ത് വരുന്ന സ്കൂൾ കുട്ടികളും അധ്യാപകരും ഒക്കെ നിത്യേന വന്ന് മറിഞ്ഞു വീഴുകയാണ്. ഈ സൈഡ് ഇല്ലാത്തത് കൊണ്ട് ഈ എഡ്ജിന് കയറി പിടിക്കുമ്പോൾ അത് ഉരുണ്ടടിച്ച് വീഴുന്നത്. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് നിയമ നടപടി സ്വീകരിച്ച് ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നാട്ടുകാർ ഒന്നടങ്കം പ്രക്ഷോഭത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ഉറപ്പ് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഇവിടെ സംഘടിച്ചത്. റോഡ് നവീകരിക്കണമെന്ന ആവശ്യവുമായി ജനകീയ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോവുകയാണ് പ്രദേശവാസികൾ. ഓച്ചിറ ഞക്കനാൽ ശ്രീനാരായണ സാംസ്കാരിക വേദി പ്രസിഡന്റ് സെയ്ഫ് ഓച്ചിറ, ട്രഷറർ വി ജയദേവൻ, സമദ് സുബൈദ കോട്ടേജ്, ഓച്ചിറ AMS സെക്രട്ടറി ഷാജി മുഴങ്ങോടി തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കവര് കാണാൻ കടലോരത്തേക്ക് സന്ദർശക പ്രവാഹം. കരുനാഗപ്പള്ളി, ആലപ്പാട്, വെള്ളനാതുരത്ത് തീരത്ത് കടലിലാണ് കവര് പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാത്രികാലങ്ങളിൽ കാണപ്പെട്ട ഈ പ്രതിഭാസം കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ബീച്ചിലേക്ക് എത്തിയത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി രാത്രികാലങ്ങളിൽ കാണപ്പെട്ട ഈ പ്രതിഭാസം കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് ബീച്ചിലേക്ക് എത്തുന്നത്. രാത്രി 12 മണിക്ക് ശേഷവും വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇളം നീല നിറത്തിൽ പതിഞ്ഞു പൊങ്ങുന്ന കടൽ തിരമാലകളുടെ വശ്യ സൗന്ദര്യം കാണാൻ നിരവധി പേരാണ് ബീച്ചിലേക്ക് എത്തിയത്. കടലിനും മത്സ്യസമ്പത്തിനും അത്ര ഗുണകരമായ കാര്യമല്ല ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത്. പ്ലവക വിസ്ഫോടനം എന്ന ശാസ്ത്ര പ്രതിഭാസമാണിത്. കരയിൽ നിന്നും വൻതോതിൽ പോഷകങ്ങൾ, പ്രത്യേകിച്ച് നൈട്രജൻ, ഫോസ്ഫറസ് തുടങ്ങിയവയ്ക്കൊപ്പം മൺസൂൺ കാലത്തെ കനത്ത മഴയിൽ ജൈവാംശങ്ങൾ കൂടി കടലിലേക്ക് ഒഴുകിയെത്തുന്നതാണ് പ്ലവക വിസ്ഫോടനം അഥവാ ആൽഗൺ ബ്ലൂം രൂപപ്പെടാൻ കാരണം. വളരെ ഭംഗിയുള്ള, കാണാൻ അങ്ങേയറ്റം സൗന്ദര്യമുള്ള ഒരു നീല കളർ ഉണ്ടാവുന്ന കവരാണ് കാണാൻ കഴിയുന്നത്. ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം കാണുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് അവിടെ വന്ന ആരൊക്കെ ഇതിനെ സംബന്ധിച്ച് വീഡിയോ എടുക്കുകയും അത് പുറത്തേക്ക് പ്രചരിപ്പിക്കുകയും സോഷ്യൽ മീഡിയക്കകത്ത് വൈറലാവുകയും ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ പ്രതിഭാസം കാണുന്നതിനായിട്ട് നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ വെള്ളനാതുരത്ത് ബീച്ചിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏതൊരു സമയത്ത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അതായത് 7 മണിക്ക് ശേഷം വെളുപ്പാങ്കാലം വരെ ഈ ആളുകളുടെ നിലയ്ക്കാത്ത പ്രവാഹം അങ്ങോട്ടുണ്ടാവുകയാണ്. ഏകദേശം മൂക്കുമ്പടി അമ്പലത്തിന്റെ തെക്കോട്ടുള്ള റോഡുകൾ മുഴുവൻ അതിന്റെ പണിയാത്ത സൈഡിലെല്ലാം ഈ കാണുന്നതിന് സീവാറിന്റെ പുറത്തേക്ക് ആൾ കയറി നിൽക്കുകയും ഇത് കാണാനുള്ള ഒരു ആവേശത്തിൽ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ദൃശ്യം ഉയർന്നു വരുമ്പോൾ, തിരമാല ഉയർന്നു വരുന്ന സമയത്ത് ആ ദൃശ്യം കാണുന്ന സമയത്ത് വളരെ ആവേശത്തോടെ കൈയടിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വളരെ വലിയ ജനത്തിരക്കാണ് ഈ സമയത്തെല്ലാം ഉണ്ടായിട്ടുള്ളത്. അവിടങ്ങളിലെല്ലാം വാഹനങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ കടന്നു പോകാൻ കഴിയാത്ത നിലയ്ക്കുള്ള ഒരു വലിയ ബ്ലോക്ക് രൂപപ്പെടുന്ന സാഹചര്യമുണ്ട്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പള്ളിക്കലാറിൽ നിന്നും കായംകുളം കായലിൽ നിന്നും വലിയ തോതിൽ ജൈവാംശങ്ങൾ അടിഞ്ഞുകൂടിയതാണ് ആൽഗകൾ വർദ്ധിക്കാൻ കാരണം. കടലിലെ ഒഴുക്ക് തെക്കോട്ടായതിനാലാണ് തെക്കുഭാഗത്തായി ഇവ കാണപ്പെടുന്നതെന്നും പറയുന്നുണ്ട്. ഈ പ്രതിഭാസം മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള സമുദ്രജീവികളുടെ വൻ നാശത്തിന് വഴിയൊരുക്കുന്നുമുണ്ട്. 3-4 ദിവസം മാത്രം ആയുസ്സുള്ള ഇവ നശിച്ച് കടലിനടിത്തട്ടിൽ കുമിഞ്ഞുകൂടുന്നു. ഇവ ഭക്ഷിക്കാൻ ഇവിടെ വൻതോതിൽ ബാക്ടീരിയ പെരുകുകയും പ്രാണവായുവിന്റെ അളവ് കുറഞ്ഞ് നിരോക്സീകരണം സംഭവിച്ച് അനോക്സിക് സാഹചര്യം രൂപപ്പെടും. കേരളത്തിലെ അഴിമുഖ പ്രദേശങ്ങളിൽ മൺസൂൺ കാലത്താണ് ഇവ കാണപ്പെടാറുള്ളത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നൂറനാട്ട് പ്രതിഷേധ സായാഹ്ന ധർണ നടത്തി. പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയമന തട്ടിപ്പിനും അഴിമതിക്കും എതിരെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. നൂറനാട്, പാലമേൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പടനിലം ജംഗ്ഷനിൽ ധർണ നടത്തിയത്. പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയമന തട്ടിപ്പിനും അഴിമതിക്കുമെതിരെയാണ് നൂറനാട്, പാലമേൽ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. പടനിലം ജംഗ്ഷനിലാണ് ധർണ നടത്തിയത്. KPCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം ചെയ്തു.
പരബ്രഹ്മം ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിശ്വചൈതന്യമാണ്. ഒരു വിഗ്രഹത്തിനപ്പുറത്ത് ദൈവചൈതന്യത്തിന് ഉള്ള ഒരു പ്രാധാന്യമാണ് പരബ്രഹ്മം എന്ന് പറയുന്ന വിശ്വാസം. അങ്ങനെയാണ് തൂണിലും തുരുമ്പിലുമുള്ള പ്രപഞ്ചത്തെ ആകെ നിയന്ത്രിക്കുന്ന ശക്തി എന്നുള്ളതാണ്. അവിടെ അമ്പലവും ഇതുപോലെ തന്നെയാണ് എന്നാണ് കേട്ടത്, അല്ലേ? ഏകദേശം പരിപൂർണമായി അങ്ങനെ അല്ലെങ്കിലും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഞങ്ങളുടെ വാക്കുകൾ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരും തീരുമാനമെടുക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ചൈതന്യത്തെയും അതിന്റെ പേരിൽ രൂപപ്പെട്ടിരിക്കുന്ന ഒരു വിദ്യാലയത്തെയും ഇത്തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വെള്ളാനകൾക്ക് തടിച്ചു കൊഴുക്കാനുള്ളതാണോ? അവർക്ക് കൊള്ളയടിക്കാനുള്ളതാണോ? പഠിച്ച് വിദ്യാഭ്യാസമുള്ള നിരവധി സാധാരണക്കാരായ മനുഷ്യർ ഇവിടെ ഉള്ളപ്പോ ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, യോഗ്യത അനുസരിച്ച് അവർക്കൊരു നിയമനം കൊടുക്കുന്നതിന് പകരം 30 വെള്ളിക്കാശിന്റെ തൂക്കത്തിനനുസരിച്ച് അധ്യാപക ജോലി വിൽക്കുന്ന ഈ സാമൂഹ്യ വിരുദ്ധന്മാരെ ജയിലിലടയ്ക്കാനുള്ള ജനമുന്നേറ്റം മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എനിക്ക് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അതിന് ശ്രമിക്കണം. നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് G. ഹരിപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കോടതിയിൽ സൂട്ട് ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കുവാൻ സിവിൽ സൂട്ട് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ആ സാഹചര്യം എന്ന് പറയുന്നത് വെക്കേഷനിൽ കോടതി അവധിയായിരുന്നു. വെക്കേഷൻ കോടതിയിൽ സിവിൽ സൂട്ട്, സിവിൽ കോടതികളൊന്നും തന്നെ ഇല്ല, മജിസ്ട്രേറ്റ് കോടതി മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യുവാൻ കോടതി തുറക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. കോടതി തുറക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ ഇവിടെ കൃത്യമായി നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കേസ് ഫയൽ ചെയ്യുമെന്നും നിയമ നടപടിക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വോട്ടെണ്ണൽ കഴിഞ്ഞതിന് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ദേശാഭിമാനി പത്രത്തിൽ പരസ്യം കൊടുത്ത് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ അങ്ങ് ആരംഭിച്ചു. ഈ നാട്ടിലെ ഒരാളും അറിയാതെ, ഈ നാട്ടിലെ ഒരു ഹൈന്ദവനും അറിയാതെ, ഈ നാട്ടിലെ വോട്ടവകാശമുള്ള ഒരാളും അറിയാതെ മുൻകാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ കാര്യങ്ങളിൽ ഈ സ്കൂളിന്റെ അഭ്യുദയകാംക്ഷികളായി നിന്നിട്ടുള്ള, ഈ സ്കൂളിന്റെ പുരോഗതിക്കായി നിന്നിട്ടുള്ള നിരവധിയായ ആളുകൾ, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ ഇവിടെ ഉള്ളപ്പോ ആരും അറിയാതെ വളരെ രഹസ്യമായി തിരഞ്ഞെടുപ്പ് നടത്തി മാനേജരെ പ്രഖ്യാപിച്ച് ഇപ്പോൾ നിലവിൽ ഒരു മാനേജരും ഒരു കമ്മിറ്റിയും ഇവിടെ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് KR മുരളീധരൻ, MR രാമചന്ദ്രൻ, രാജൻ പൈനുമൂട്, R അജയൻ, CR ചന്ദ്രൻ, സുഭാഷ് പ്രണവം, വന്ദന സുരേഷ്, അനിൽ പാറ്റൂർ, സജീവ് പൈനുമൂട്ടിൽ, S സാദിഖ്, അബ്ദുൾ ജബ്ബാർ, അനിൽ നൂറനാട്, ശുഭ, ശ്രീദേവി, പത്മാധരൻ, ഷാജി ഖാൻ, ഗോപാലകൃഷ്ണപിള്ള, K കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. അനധികൃത നിയമനവും അഴിമതിയും എന്ത് വില കൊടുത്തും വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. കുണ്ടറ മുക്കുഴ മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണോദ്ഘാടനം നടത്തി. മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. 1 കോടി രൂപ വിനിയോഗിച്ചാണ് മിനി സ്റ്റേഡിയം നവീകരിച്ചത്. കുണ്ടറ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിലാണ് മുക്കോട് മിനി സ്റ്റേഡിയം. സ്റ്റേഡിയത്തിന്റെ നവീകരണ ഉദ്ഘാടനമാണ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചത്. PC വിശ്വനാഥ് MLA ഫണ്ടിൽ നിന്നും 1 കോടി രൂപ വകയിരുത്തിയാണ് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണം നടത്തിയത്. സ്പോർട്സിന്റെ ആവശ്യകതയെപ്പറ്റി എടുത്ത് പറയേണ്ടതില്ല. ചിങ്ങമാസം 1-ാം തീയതി തന്നെ ഇങ്ങനൊരു പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ചിങ്ങം നമ്മുടെ നാട്ടിൽ പുതിയ വർഷത്തിന്റെ പിറവി കുറിക്കുന്ന മാസമാണ്. കർക്കിടകത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് ചിങ്ങത്തിലേക്ക് കടക്കുന്നു. പ്രകാശമാനമായ പുതിയ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന, കാർഷിക മേഖലയിലും മറ്റെല്ലാ മേഖലയിലും നന്മ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അത് കലണ്ടറിൽ എഴുതി പുതിയൊരു മാസം എന്ന് പറയുന്നതുകൊണ്ടല്ല, പ്രകൃതി വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടി മനുഷ്യരെ പഠിപ്പിച്ചതാണ് ഓരോ മാസങ്ങളെ പറ്റിയുള്ള കാലഘടന. കർക്കിടക മാസത്തിൽ ചെയ്യാത്ത, അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ പല ദുരിതങ്ങളുമുണ്ട്, ദാരിദ്ര്യമുണ്ട് എന്നൊക്കെ കാർഷിക മേഖലയിൽ തന്നെ നമ്മളെ കാണിച്ചതാണ്. അപ്പോൾ ചിങ്ങം നല്ല തെളിച്ചമുള്ളതാണ്. ഇപ്പൊ പ്രകൃതിയിലെ ചില മാറ്റം കാരണം ചിങ്ങമാസത്തിൽ ചിങ്ങവെയിൽ വരുന്ന ദിവസം മഴയൊക്കെ പെയ്യുന്നുണ്ടാവും. അത് കാലാവസ്ഥയുടെ ചെറിയ മാറ്റങ്ങൾ കാരണമാണ്. പക്ഷേ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇനി ഈ വർഷം മുന്നോട്ട് പോകുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു വേളയിൽ PC വിശ്വനാഥ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം C ബാൽഡ്വിൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ്, വൈസ് പ്രസിഡന്റ് R ഓമനക്കുട്ടൻപിള്ള, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V വിനോദ, G വിനോദ് കുമാർ, SL സജികുമാർ, R സേതുനാഥ, ഷൈനി തുടങ്ങിയവർ പങ്കെടുത്തു. നമുക്ക് അവസാന ഘട്ടത്തിലെങ്കിലും 2023-24 കാലയളവിലാണ് സർക്കാരിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ അനുവദിച്ചിരുന്നത്. അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയോടും സർക്കാരിനോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ അഞ്ചാലുംമൂട്ടിൽ നടത്തി.
നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന പേരിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ പർച്ചേസും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലാണ് ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട സൗത്ത് വിഷൻ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. അഞ്ചാലുമൂട്ടിലും ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി അഞ്ചാലുമൂട് ഏരിയ സെക്രട്ടറി ജയചന്ദ്രൻ, പ്രസിഡന്റ് എം ഹുസൈൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ള, ജനറൽ സെക്രട്ടറി ഷിഹാസ്, ദേശീയ അത്ലറ്റ് AK ബാലൻ തുടങ്ങിയവർ അഞ്ചാലുമൂട്ടിൽ നടത്തിയ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വ്യാപാരി സമൂഹത്തിന്റെ ആകെ ഏകോപന സമിതിയെന്നോ വ്യാപാരി സമിതിയെന്നോ മാത്രമല്ല, വ്യാപാരിയുടെ വിഭാഗത്തിലുള്ള എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും. പിന്നെ ഈ നാട്ടിലെ പൈസ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ അഞ്ചാലുമൂട്ടിലെ എൻ്റെ സുഹൃത്തായ ഹുസൈൻ്റെ കടയിൽ നിന്ന് മലക്കറി സാധനം മേടിക്കുന്ന ഒരാൾ ഹുസൈൻ ആ കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത കട ഗോപാലകൃഷ്ണൻ്റെ കടയിൽ കൊണ്ട് കൊടുത്ത് ഒരു നാരങ്ങ വെള്ളം കുടിക്കും. അവിടെ നിന്ന് മേടിച്ച് നമ്മുടെ ആശിലിയുടെ കടയിൽ പോയി ഒരു നോട്ട് ബുക്ക് മേടിക്കും. ഈ പൈസ ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ ഓൺലൈൻ വ്യാപാരം വന്ന സ്ഥിതിക്ക് നമ്മുടെ പൈസ അഞ്ചാലുമൂട്ടിനും നിന്നും കൊല്ലത്തുനിന്ന് കേരളത്തിൽ ഇങ്ങനെ വെളിയിലോട്ടും പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലും പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥിതി ഇപ്പം ഈ വ്യവസ്ഥകൾ മാറുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ ഇപ്പം നമ്മുടെ മാളുകൾ, ഈ നാട്ടിൻ പുറങ്ങളിലോട്ട് എങ്ങനെ മാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ലുലു മാള് ഇതിനു മുമ്പ് കൊച്ചിയിലും ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ കൊട്ടിയത്ത് വന്നു. ഇതിപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു നാട്ടിൻപുറമായിട്ടുള്ള പത്തനാപുരത്തോട്ട് വരെ വരാൻ പോയാണ്. അത് ചെറുകിട വ്യാപാരികൾ അവർ കടമുറിക്ക് വാടക കൊടുത്ത്, ജോലിക്കാരന് കാശ് കൊടുത്ത്, കറണ്ട് ചാർജ് 3 രൂപ ഉള്ളത് കച്ചവടക്കാരന് 8 രൂപ അടച്ച്, അവരുടെ കുടുംബങ്ങൾ, അവരെ തീർച്ച പറ്റുന്ന ആയിരക്കണക്കിന് ചെറുകിട വ്യാപാരികളുണ്ട്. അവരെയൊക്കെ അവരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഓൺലൈൻ വ്യാപാരം അവർക്ക് യാതൊരു നിയന്ത്രണവും സർക്കാർ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന ചെറുകിട വ്യാപാരികൾ ഇന്ന് നിർധനരായി വായിക്ക് നോക്കിയിരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ ഈ പ്രദേശം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് അഞ്ചാലുമൂട് പ്രദേശം മുൻകാലങ്ങളിൽ ചെറുകിട വ്യവസായം വളരെയധികം, അതായത് കയർ മേഖലയുടെ ഈറ്റില്ലമായിരുന്നു ഈ അഞ്ചാലുമൂട് പ്രദേശം. ഇന്ന് ആ ഒരു നമുക്കെല്ലാവർക്കും അറിയാം, കയർ മേഖല നമ്മുടെ പ്രദേശത്തു നിന്നും അന്യായപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറുകിട വ്യവസായങ്ങളെല്ലാം തന്നെയും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വ്യാപാരം വേണ്ട എന്നല്ല പറയുന്നത്, വേണം. പക്ഷേ അതിനൊരു നിയമം നടപ്പിലാക്കി ഞങ്ങളുടെ ചെറുകിട വ്യവസായികളെയും വ്യാപാരികളെയും സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ കൂടുതലും ഇപ്പോൾ ഈ ഓൺലൈൻ വഴി ഉള്ള വ്യാപാരമാണ് നടത്തുന്നത്. ആ സമയത്ത് ഇവിടെ ചെറുകിട വ്യാപാരികളെയും സംബന്ധിച്ചിടത്ത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വിറ്റഴിക്കുന്ന പൈസ ഇവിടെ തന്നെ ചെലവാക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ഓൺലൈൻ വഴി പോകുന്ന വ്യാപാരം വിറ്റഴിക്കുന്ന സമ്പത്ത് ഇത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരും ക്യാമ്പയിന്റെ ഭാഗമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സർവകക്ഷിയോഗ തീരുമാനം അംഗീകരിക്കില്ല. സ്വകാര്യ ബസ്സുകൾ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിൽ തന്നെ നിർത്തുമെന്ന് ബസ് ഉടമകൾ. പൊതുജനത്തിനും ബസ് ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമായ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കുവാനുള്ള ഒരു വിഭാഗത്തിന്റെ നീക്കം അംഗീകരിക്കാനാകില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ബുധനാഴ്ച മുതൽ ഭരണിക്കാവ് ജംഗ്ഷനിൽ ബസ്സുകൾ നിർത്തണമെന്ന കോവൂർ കുഞ്ഞുമോൻ MLA അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗ തീരുമാനമാണ് സ്വകാര്യ ബസ് ഉടമകൾ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കുന്നത്. പൊതുജനത്തിനും ബസ് ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമായ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തുകയാണെന്ന് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഓഗസ്റ്റ് 1 മുതലാണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. സ്വകാര്യ ബസ്സുകൾക്കൊപ്പം KSRTCയും സ്റ്റാൻഡിൽ നിർത്തി തുടങ്ങിയതോടെ ഭരണിക്കാവ് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമായി. പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്റ്റാൻഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നിട്ട് നിന്നു. എന്നാൽ ജംഗ്ഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവുമായി ഭരണിക്കാവിലെ വ്യാപാരികൾ മുന്നിട്ടിറങ്ങി. ഇതോടെ MLA 2 തവണ സർവകക്ഷി യോഗം വിളിച്ചു. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് 4 റോഡുകളിലും ബസ് ബേക്ക് മീറ്ററുകൾക്ക് മുന്നിൽ ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യാൻ തീരുമാനമെടുത്തത്. സ്വകാര്യ ബസ്സുകൾ ഈ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാകാത്തത് വ്യാപാരികൾക്ക് വീണ്ടും തിരിച്ചടിയായിരിക്കുകയാണ്. ഭരണിക്കാവിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾക്ക് ഏതാണ്ട് 11 വർഷക്കാലമാണ് പഴക്കമുള്ളതാണ്. 2014 അവിടെ ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാവുകയും അന്ന് മുതൽ
അധികാരികൾ ഈ ബസ് സ്റ്റാൻഡ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് വരുമ്പോൾ ഭരണിക്കാവിലെ ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ തകർക്കുക എന്നുള്ള ഗൂഢലക്ഷ്യത്തോടെ പെരുമാറുകയും ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം ഒടുവിൽ കഴിഞ്ഞ 15/7 അവിടെ സർവകക്ഷി യോഗം ചേർന്നു. ഞങ്ങളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ചില തീരുമാനങ്ങളെടുത്തു. ഏതായാലും നാടിൻ്റെ വികസനവും ഭരണിക്കാവിലെ ഗതാഗത കുരുക്കും ഒഴിയാൻ ഞങ്ങൾക്കൂടെ ആവശ്യമുള്ളതായതുകൊണ്ട്, കൂടാതെ ഞങ്ങളുടെ സർവീസുകൾക്ക് ദിനേന ആയിരക്കണക്കിന് രൂപ പെറ്റി സർക്കാരും പോലീസും RTO വകുപ്പും കൂടെ ചേർന്ന് ചുമത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റാൻഡിനെ അനുകൂലിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത്. അല്ല ആരോടും ദേഷ്യമോ വൈരാഗ്യം തീർക്കാനോ അല്ല, വ്യാപാരികളെ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല, അല്ലാതെ വ്യാപാരികൾക്കെതിരെ ഇതാക്കാനോ അല്ല. വ്യാപാരികൾ തന്നെ പ്രശ്നങ്ങളുണ്ടാക്കി ഇവിടെ സ്റ്റാൻഡിൽ തന്നെ കയറണമെന്ന് പറഞ്ഞ് പ്രൈവറ്റ് ബസ്സുകാരെ ഒരുപാട് വേദനിപ്പിക്കുകയും ഒരുപാട് സ്റ്റാഫുമാരുമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ പല മുതലാളിമാരും അറിയാതെ ഒരുപാട് ബെറ്റുകൾ ബസ് കിട്ടിയിട്ടുണ്ട്. ഞാനും ഒരു വ്യാപാരി തന്നെ. ഒരിക്കലും പ്രൈവറ്റ് ബസ്സുകാർ വ്യാപാരികളെ ദ്രോഹിച്ച് മുന്നോട്ട് പോകണമെന്നല്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ സൗകര്യം വെച്ച് രാത്രി ആയാലും എത്ര ലേറ്റായാലും എവിടെ പോകാനായാലും ബസ് കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ കടകളുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വ്യാപാരികൾക്ക് ഓൾറെഡി ഒരു ബുദ്ധിമുട്ടുകളുണ്ടാകും. മറ്റ് അടുത്ത അടുത്ത യാത്രക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ളൊരു നിൽപ്പായിരിക്കും. ആഗസ്റ്റ് മാസം 1-ാം തീയതി മുതൽ ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനം തുടങ്ങിയ ദിവസം മുതൽ ഇന്ന് 17-ാം തീയതിയായി ഇതുവരെയും മുഴുവൻ യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ഒരേ സ്വരത്തിൽ ഉള്ള അഭിപ്രായം ഇത് ഏറ്റവും വിജയകരമായ അവർക്ക് യാത്രാ സൗകര്യം ഏറ്റവും നല്ലതുപോലെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഈ ആഗസ്റ്റ് മാസം 1-ാം തീയതി തുടങ്ങിയ ഈ പരിപാടി അട്ടിമറിക്കുന്നതിന് വേണ്ടി ചില വ്യാപാരി വ്യവസായികളുടെ പിന്നെ സമ്മർദ്ദം മൂലം MLA വീണ്ടും 4/8 പഞ്ചായത്തിൽ കൂടി തീരുമാനം മാറ്റുകയുണ്ടായി. പക്ഷേ തീരുമാനം മാറ്റിയെങ്കിൽ ഞങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തിൽ ബസ് ജീവനക്കാരും അതൃപ്തരാണ്. ജംഗ്ഷനിൽ ബസ് നിർത്തുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെറ്റി ലഭിക്കുന്നത് നിത്യസംഭവമാണ്. എന്നാൽ സ്റ്റാൻഡ് യാഥാർത്ഥ്യമായതോടെ ഇത് പൂർണ്ണമായി നിലച്ചതായി ജീവനക്കാർ പറയുന്നു. യാത്രക്കാർക്കും ബസ്സുകൾ സ്റ്റാൻഡിൽ തന്നെ നിർത്തണമെന്ന അഭിപ്രായമാണുള്ളത്. നേരത്തെ വിവിധ സ്ഥലങ്ങളിൽ പോകുന്നതിന് 4 റോഡുകളിലും പോകണമായിരുന്നു. എന്നാൽ സ്റ്റാൻഡ് യാഥാർത്ഥ്യമായതോടെ ഇതിന് പരിഹാരമായി. ചില രാഷ്ട്രീയ കക്ഷി നേതാക്കളും വ്യാപാരികളും ചേർന്ന് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരയോഗത്തിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകി NSS. ചവറ കോട്ടയ്ക്കകം NSS കരയോഗവും വനിതാ സമാജവും ചേർന്ന് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. കരയോഗ അംഗമായ സിന്ധുവിന് വീടിന്റെ താക്കോൽ കൈമാറി. ചവറ കോട്ടയ്ക്കകം 2741 നമ്പർ NSS കരയോഗത്തിന്റെയും 1473 നമ്പർ വനിതാ സമാജത്തിന്റെയും ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കരയോഗാംഗമായ ശിവശാന്തിയിൽ സിന്ധുവിന് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽ NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള കൈമാറി. കരയോഗത്തിന് ശക്തിയുണ്ട്. കരയോഗം വിചാരിച്ചാൽ എന്ത് കാര്യവും നടക്കും. പ്രത്യേകിച്ച് അതിന് ചടുലതയുള്ള ഈ പ്രസിഡന്റിനെ പോലും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സെക്രട്ടറി, അതിന് സവിശേഷതയുള്ള ഒരു സെക്രട്ടറിയാണ്. ഞാൻ 54 കരയോഗങ്ങൾ 154 കരയോഗങ്ങളുടെ സെക്രട്ടറിമാരുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമില്ലേ. നിരന്തരം അവരുടെ പ്രവർത്തനത്തെയൊക്കെ കാണാനും കേൾക്കാനും വിലയിരുത്താനും അവർക്ക് ആവശ്യമുള്ള നിർദ്ദേശം കൊടുക്കാനും കുറ്റം പറയാനും നല്ലത് പറഞ്ഞാൽ അവരെയൊക്കെ അനുഗ്രഹിക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യമുള്ള ഒരാളല്ലേ ഞാൻ. അതിന് വെളിയിലും NSSന്റെ ട്രഷറർ എന്നുള്ള നിലയിൽ എനിക്ക് മറ്റ് യൂണിയനുകളിലും അറിയാം, ബന്ധങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ ഇവിടെ അവർ ശക്തരാണ്. അങ്ങനെ ഒരു നേതൃത്വം തുനിഞ്ഞിറങ്ങിയാൽ ആത്മാർത്ഥമായിട്ട് സഹായിക്കുന്ന സമൂഹമാണ് നായർ സമുദായം. കരയോഗത്തിലെ അത് പറഞ്ഞില്ലേ, എത്ര ആളുകൾ അങ്ങോട്ട് എന്ന് പറയുകയല്ലേ. അതും സാധാരണക്കാർ ഒരു വീടില്ലാത്ത ദുഃഖത്തെക്കുറിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചിട്ടുള്ളവർ, ആ വലിയൊരു മഹത്തായ യജ്ഞത്തിൽ പങ്കുചേരാൻ സന്മനസ് കാണിക്കുന്നവർ, അങ്ങനെ ഒട്ടേറെ ശക്തിയുള്ള കരയോഗമാണ്. പക്ഷെ ആ ശക്തി സ്വന്തം ശക്തി അറിയുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ജാംബാവന്റെ റോള് എന്ന് പറയുന്നത് രചന ചന്ദ്രശേഖരൻ പ്രസാദിന്റെ മകൻ ആണ് ആ റോള് ഏറ്റെടുത്തത്. കരയോഗം പ്രസിഡന്റ് B ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കരയോഗം സെക്രട്ടറി G ശിവശങ്കരപിള്ള സ്വാഗതം പറഞ്ഞു. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മുഖ്യപ്രഭാഷണം നടത്തി. ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് ചെയർമാൻ പത്മശ്രീ ഡോക്ടർ G ശങ്കർ ആദരവ് നിർവഹിച്ചു. NSS യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് V ഉണ്ണികൃഷ്ണപിള്ള, വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഇന്ദിര രാമചന്ദ്രൻ, യൂണിയൻ സെക്രട്ടറി അരുൺ G നായർ, സജീവ് കുമാർ, വേണുകുമാർ, അഡ്വക്കേറ്റ് V രാജീവ്, വേണുകുമാരൻ നായർ, ചവറ സുരേന്ദ്രൻപിള്ള,
ലളിതാഭായി, ഗംഗാദേവി, കെ രാമചന്ദ്രൻ പിള്ള എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. NSP വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എയർ കണ്ടീഷനിംഗ് സർവീസ് സെന്റർ ആരംഭിച്ചു. സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്കിൽ ടു വെഞ്ചർ പ്രോജക്ടിന്റെ ഭാഗമായാണ് എയർ കണ്ടീഷനിംഗ് സർവീസ് സെന്റർ ആരംഭിച്ചത്. സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ നടപ്പാക്കുന്ന സ്കിൽ ടു വെഞ്ചർ പ്രോജക്ടിന്റെ ഭാഗമായാണ് NSV വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എയർ കണ്ടീഷനിംഗ് സർവീസിംഗ് സെന്റർ ആരംഭിച്ചത്. PS സുബാൽ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്നിപ്പോൾ വന്നപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും ഒന്ന് പോവുകയുണ്ടായി. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ അപൂർവം സ്കൂളുകളിലായിരിക്കും ഇതുപോലെയുള്ളൊരു തിയേറ്റർ ഉണ്ടാകും. നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും. പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ മികവോടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ, പഠനത്തിന് സഹായകരമായിട്ടുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ മാനേജ്മെൻറ്റ് പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. മാനേജ്മെൻറ്റുകൾ നമുക്കറിയാം, പൊതുവിദ്യാലയങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നുള്ളത് സർക്കാരിൻ്റെ നയമാണ്. കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ 5000 കോടി രൂപയാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മാറ്റിവെച്ചത് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയോടുള്ള ഗവൺമെൻറ്റിൻ്റെ താല്പര്യം നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ 2-3 തരത്തിലാണ്. ഒന്ന് പൊതുവിദ്യാലയങ്ങൾ, എയ്ഡഡ് വിദ്യാലയങ്ങൾ, അതോടൊപ്പം തന്നെ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ. കുട്ടികളുടെ നൈപുണ്യം വികസിക്കുന്നതിന് നേരിട്ട് പ്രായോഗിക പരിശീലനം ലഭിക്കുന്ന സംരംഭം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. സുവോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ സ്കൂളിലെ മുൻ അധ്യാപകൻ AS സന്തോഷ്, മുൻ PTA പ്രസിഡന്റ് R രാജേഷ് എന്നിവരെ ആദരിച്ചു. സ്റ്റേറ്റ് സ്കിൽ കോർഡിനേറ്റർ TV അനിൽകുമാർ ലോഗോ പ്രകാശനം ചെയ്തു. നഗരസഭ മുൻ വൈസ് ചെയർമാൻ D ദിനേശൻ ജോബ് കാർഡ് പ്രകാശനം ചെയ്തു. കൊല്ലം DPO അനിത HR, സിനീഷ് കുമാർ, പ്രഥമാധ്യാപിക RK അനിത, അഡ്മിനിസ്ട്രേറ്റർ R ഹരിദാസ്, R രാജേഷ്, നിസാമോൾ, കാർത്തിക K, PT ശ്രീകുമാർ, MR പ്രേംരാജ്, മനോജ് കൃഷ്ണനാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കായംകുളത്ത് ലഹരിവേട്ട. ബ്രൗൺ ഷുഗറുമായി ഇതര സംസ്ഥാനക്കാരൻ അറസ്റ്റിൽ. 7.220 ഗ്രാം ബ്രൗൺ ഷുഗറും പിടിച്ചെടുത്തു. പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിയമന തട്ടിപ്പെന്ന് ആരോപണം. നൂറനാട് പ്രതിഷേധ സായാഹ്ന ധർണ. നൂറനാട് പാലമേൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. റോഡ് റീടാർ ചെയ്യാത്തതിൽ പ്രതിഷേധം. ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് 4-5 മാസമായി. ഓച്ചിറ ചൂനാട് റോഡിൽ സത്യാലയം ജംഗ്ഷന് സമീപമുള്ള റോഡാണ് ശോച്യാവസ്ഥയിലുള്ളത്. ഈ ഭാഗത്ത് അപകടവും പതിവാണ്. സ്കൂൾ കുട്ടികളും അധ്യാപകരും ഒക്കെ നിത്യേന വന്ന് മറിഞ്ഞു വീഴുകയാണ്. ഈ സൈഡ് ഇല്ലാത്തത് കൊണ്ട് ഈ എഡ്ജിന് കയറി പിടിക്കുമ്പോൾ അത് ഉരുണ്ടടിച്ച് വീഴുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.